ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 5, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അതിൽ തന്നെ നമ്മൾ പാർട്ട് 5 വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് എത്ര തിയറീസ് ഉണ്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കി. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തിയറിയും നോക്കി, അതായത് നെറ്റ് ഇൻകം അപ്രോച്ചും നോക്കി, നെറ്റ് ഇൻകം തിയറി അപ്രോച്ചും നോക്കി. അപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. അതായത് ട്രഡീഷണൽ തിയറിയും പിന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും അതുപോലത്തെ തിയറീസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ തിയറി എന്താണെന്ന് നോക്കാം. ട്രഡീഷണൽ തിയറി എന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് എന്താണ്, ഇത് നമ്മളെ ഏതിൽ വരുന്നതാണ്, റെലവൻസ് തിയറിയിൽ വരുന്ന തിയറിയാണ്. അതായത് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, വാല്യൂ, ഫേമിൻ്റെ വാല്യൂ കൂടുന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നതാണ് എന്ത്, ട്രഡീഷണൽ തിയറിയും. അതാണ് റെലവൻസ് തിയറി എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്റ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എന്തിൽ കിട്ടും, ഫേമിൻ്റെ വാല്യൂ കൂടാൻ സഹായിക്കും എന്നുള്ളതാണ് എന്ത്, റെലവൻസ് തിയറിയിലൂടെ പറയുന്നത്. അതിൽ 3 വരുന്നുണ്ട്. അതിൽ പെട്ട രണ്ടാമത്തതാണ് ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നെറ്റ് ഇൻകം തിയറിയിൽ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്, അതിലെന്തായിരുന്നു, കെയും കെ ഡിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, KO ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ KO ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് കെയും കെ ഡിയും പിന്നെ KD കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, KO ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ തിയറിയിൽ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒരു ലോജിക്കലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു കമ്പനിയിൽ 10 ലാഖിന് ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്. അതിലിപ്പോൾ നമ്മളൊരു 5 ലാഖ് ഡെപ്റ്റ്, ഇക്വിറ്റി 5 ലാഖ്, ഇതിൻ്റെ ഒരു KE വരുന്നത് 10%, ഇതിൻ്റെ KE വരുന്നത് ഒരു 5% ആണെന്ന് വിചാരിച്ചോളൂ. ഇത് നമ്മളിപ്പോൾ ഒരു 10 ലാഖാണ് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അതിൽ ഡെപ്റ്റ് ഒരു 5 ലാഖ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റിയും 5 ലാഖ് എടുക്കുന്നുണ്ട്. ബട്ട് അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഇതൊരു 10 crore എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇതേ കെയും KDയും തന്നെയാണോ വരിക? ഒന്ന് പിന്നെ ആലോചിച്ചു ലോജിക്കലി. അതായത് നമ്മളിപ്പോൾ ഒരു 5 ലാഖിൻ്റെ ലോൺ എടുക്കുന്നു, അതുപോലെ തന്നെ ഒരു 1 crore 10 crore ഒക്കെ ലോൺ എടുക്കുമ്പോൾ അതിന് ഇൻട്രസ്റ്റിൽ മാറ്റം വരില്ലേ? കാരണം ആ കേസിൽ എന്തുണ്ട്, റിസ്ക് കൂടുതലാണ്. അത് ബാങ്കിന് റിസ്ക് കൂടുതലാണ്. കാരണം അത്രയും എമൗണ്ട് നമ്മൾ തിരിച്ചടക്കുമല്ലേ എന്ന് ബാങ്കിന് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഇവിടെ ഇപ്പം 50 ലാഖ് ആയിരിക്കും, അല്ല 5 crore ആയിരിക്കും എന്ത് നമ്മുടെ ബാങ്ക് ലോൺ എന്ന് വെച്ചാൽ, അതിനുണ്ടാകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ 5% ആയിരിക്കുള്ളൊന്നുമില്ല, അതിലും കൂടും. കാരണം അത്രയും വലിയ എമൗണ്ടാണ്. ആ വലിയ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ ബാങ്കിനാണ് പോവുക. അപ്പം ആ ഒരു റിസ്ക് ഉണ്ട് ബാങ്കിന്. അപ്പോൾ അതിനെ കൊണ്ട് എന്തായിരിക്കും, KD കൂടുതലായിരിക്കും. ഇവിടെ ചിലപ്പം KD ഒരു 8% ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇക്വിറ്റി ആണെങ്കിലോ, ഇക്വിറ്റിൻ്റെ കേസിൽ എന്താണ്, ഇപ്പോൾ ഇവിടെ 5 crore എന്തുണ്ട്, ഇവിടെ ഡെപ്റ്റ് ഉണ്ട്. അത്രയും ഡെപ്റ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ എന്തുണ്ട്, ഇക്വിറ്റി ഹോൾഡേഴ്സിന് റിസ്ക് കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഇൻട്രസ്റ്റ് 8% എന്ന് പറയുമ്പം 5ൻ്റെ 8% എന്ന് പറയുമ്പോൾ 5 crore 8% എന്ന് പറയുമ്പോൾ ഒരു 40 ലാഖ് സംതിങ് വരും. ആ 40 ലാഖ് സംതിങ് എന്ത് ചെയ്യണം, ഇയർലി നമ്മൾ അടിച്ചുകൊണ്ടേ ഇരിക്കണം. അത്രയും എമൗണ്ടിൻ്റെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ബാക്കിയെല്ലാം കഴിച്ചിട്ട് EB ആയിട്ട് ഒരു 40 ലാഖ് ഉണ്ടെങ്കിൽ എന്ത് പറ്റുള്ളൂ, ഈ ഡെപ്റ്റ് നമ്മൾ, അതായത് ഇൻട്രസ്റ്റ് അടിച്ച് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് വെറും ഇൻട്രസ്റ്റ് മാത്രമാണ്, ഇത് റീപേ ചെയ്യും വേണം. അപ്പോൾ ആ റീപേയ്മെൻറ്റ് എല്ലാം കൂടി നോക്കുമ്പോൾ വലിയൊരു എമൗണ്ടിൻ്റെ ബേർഡനാണ് ഇവർക്ക് വരുന്നത്. അപ്പം ഇപ്പം നമ്മളെ ബിസിനസ്സിന് ലോസൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇൻട്രസ്റ്റ് റീപേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പം ആ കേസിൽ എന്ത് ചെയ്യും, ഇക്വിറ്റി ഹോൾഡേഴ്സിനും കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്. കാരണം അവരുടെ ആ ഫണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള റിസ്ക് കൂടുതലാണ്. അതിനെക്കൊണ്ട് തന്നെ അവരുടെയും എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇതൊരു 15% ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിലും കൂടും. അപ്പം ഇതാണ്
ഈ തിയറി, അതായത് ഈ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തിയറിനേക്കാളും കുറച്ചുകൂടി ഒരു ലോജിക്കലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് റിസ്ക് കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും റിട്ടേൺ എന്തായാലും കൂട്ടി വേണമല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഈ കേസിൽ കൂടുതൽ ഡെപ്റ്റ് എടുക്കുന്ന കേസിൽ ഡെപ്റ്റ് ഹോൾഡേഴ്സിനും ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഹോൾഡേഴ്സിനും രണ്ടാൾക്കും റിസ്ക് കൂടുന്നു. അപ്പോൾ ആ റിസ്ക് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ കെയും കെ ഡിയും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം അതാണ് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ തിയറിയിൽ ഒരു ഫേസായിട്ട് 3 ഫേസായിട്ട് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ നോർമൽ ആയിട്ടുള്ള ഫേസ്. അപ്പോൾ ഇത് ഇത്ര എമൗണ്ട് വരെയാണ് ഒരു ഫേസ്, ഇത്ര എമൗണ്ട് വരെയാണ് അടുത്ത ഫേസ്, അങ്ങനെ ഇല്ല. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയും എത്ര ഫേസ്, പിന്നെ ഒന്നെങ്കിൽ ഫേസ് ആണെന്ന് പറയും, ഈ ഫേസിൽ ഫസ്റ്റ് ഫേസിലാണ്, സെക്കൻഡ് ഫേസിലാണ്, അല്ലെങ്കിൽ തേർഡ് ഫേസിലാണെന്ന് പറയും. നോർമലായിട്ട് ക്വസ്റ്റ്യൻ വരൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിൻ്റെ പിന്നെ നിങ്ങൾക്ക് തരുന്ന റേറ്റിൽ ഇപ്പോൾ ഒരു 10 lakh വരെ ഇത്ര ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ 10 lakhൽ കൂടുതൽ ഇപ്പോൾ ഒരു 50 lakh വരെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പം അത് അങ്ങനെയാണ് എന്ത് വരിക, ക്വസ്റ്റ്യൻ വരിക. അതുപോലെ തന്നെ ഇതാണ് ഈ തിയറി ഉദ്ദേശിക്കുന്നത്. തിയറി എന്താണ്, ഇപ്പം ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെ എന്തായിരിക്കും കെയും കെ ഡിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ കെഒ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഒരു കുറച്ചുകൂടി ഫേസ് കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എന്തായിരിക്കും ഈ ഡെപ്റ്റിന് പിന്നെ ഒരു ഡെപ്റ്റിന് നമ്മൾ ഒരു എമൗണ്ട് വരെ ഒരു ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു 5 crore അല്ല, ഒരു ചിലപ്പോൾ ഒരു 50 lakh വരെ അല്ലെങ്കിൽ 1 crore വരെയൊക്കെ എന്തായിരിക്കും ഇത് ഫിക്സ്ഡ് ആയിട്ട് 5% തന്നെ ആയിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാലാണ് ഒരു ഇത് കൂടുക, എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക. ബട്ട് ഈ ഇക്വിറ്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇക്വിറ്റി ഡെപ്റ്റ് എത്രത്തോളം കൂടുന്നുണ്ടോ, ഇപ്പം ചെറിയ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് തന്നെ ആണെങ്കിലും ഒരു കുറച്ചൊരു ഇപ്പോൾ ഒരു 10 lakh അല്ലെങ്കിൽ ഒരു 20 lakh, ഞാനിതൊക്കെ അപ്രോക്സിമേറ്റ് ഫിഗർ പറയുന്നതാണ്, ഈ ഫിഗർ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു 20 lakh ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഡെപ്റ്റിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ ഈ ഫേസിൽ ചിലപ്പോൾ എന്തായിരിക്കും ഈ ഫേസിൽ തന്നെ നമ്മളെ ഇക്വിറ്റി ഹോൾഡേഴ്സിന് അതായത് കമ്പനിയിൽ കൂടുതൽ ഡെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡെപ്റ്റ് ഉള്ളതിനെ കൊണ്ട് നമുക്ക് റിസ്ക് കൂടുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും ഹൈ ആയി മാറും. അപ്പം ആദ്യം അപ്പോൾ രണ്ടാമത്തെ ഫേസ് 3 ഫേസ് ആയിട്ടാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് കെയും കെ ഡിയും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. കെഒ ഡിക്രീസ് ചെയ്യുന്ന ഫേസ്, അതായത് കെഒ ചേഞ്ച് ചെയ്യുന്ന, അതായത് നമ്മൾ നോർമൽ കഴിഞ്ഞ തിയറിയിൽ പഠിച്ചതേ സാധനം. രണ്ടാമത്തെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മളെ കയ്യിൽ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റും ഇക്വിറ്റിയും ഒക്കെ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്, അതായത് ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തതിന് നമ്മളെ കെ ഡിയും കെയും എന്താവും ഇൻക്രീസ് ചെയ്യുന്ന ഫേസാണ്. അതായത് ഇതിൽ കെ ഡി എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഈ 20 lakh ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു 20 lakh വരെയൊക്കെയുള്ള കേസാണെങ്കിൽ ഇപ്പോൾ ഒരു 50 lakh വരെയൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും 5% തന്നെ ആയിരിക്കും കെ ഡി എന്ന് പറയുന്നത്. കെ ഡി ഒരു 50 lakh അല്ലെങ്കിൽ ഒരു എമൗണ്ട് വരെയൊക്കെ ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വലിയ എമൗണ്ടിലേക്ക് പോകുമ്പോഴാണ് എന്ത് മാറുക, ഈ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് മാറുക. അതുപോലെയല്ല എന്ത് എന്ന് പറയുന്നത് ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് കെ എന്തായിരിക്കും ആ കേസിൽ, രണ്ടാമത്തെ ഫേസിൽ കെ ഇൻക്രീസ് ചെയ്യുന്ന ഫേസാണ് രണ്ടാമത്തെ ഫേസ്. പിന്നെ കെഒ ഡിക്ലൈൻ ചെയ്യും ഇഫ് മോർ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. കെഒ എന്തായിരിക്കും ഡിക്ലൈൻ ചെയ്യും, കൂടുതൽ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും കെഒ ഡിക്ലൈൻ ചെയ്യും സെക്കൻഡ് ഫേസിൽ. അതുപോലെ തന്നെ ഇത് മേ ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് കോൺസ്റ്റൻ്റ് ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺസ്റ്റൻ്റ് ആവാൻ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഇവിടെ കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് കെ ഡി കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കേസിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കെയിൻ്റെ വെയിറ്റ് കുറയ്ക്കും. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു 10 lakh ആണ് നമ്മുടെ കയ്യിൽ കെ ഓൾറെഡി ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ കെ ഡിയും 10 lakh തന്നെയാണ് ഉള്ളത്. ഈ 10 lakh ഉള്ളത് നമ്മളിപ്പോൾ ഒരു 50 lakhലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ടോട്ടൽ ഇക്വിറ്റി 50 lakhsലേക്ക് ഇൻക്രീസ് ചെയ്യാണ്, 50 lakhsലേക്ക് ഇൻക്രീസ് ചെയ്യാണ്. അപ്പം അത് നമ്മൾ കെയിനെ
കെയിൽ കുറച്ച് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ കെ നമ്മൾ തീരെ ഇൻക്രീസ് ചെയ്യിക്കാതെ 40 lakhs നമ്മൾ എന്ത് ചെയ്യുന്നു, കെ ഡി നമ്മൾ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കെ 10 lakh തന്നെ വെച്ചിട്ട് ടോട്ടൽ 50 lakh വരുന്നു. അപ്പോൾ ഇവിടെ എന്താവും, ഈ കെയിൻ്റെ പേഴ്സൻറ്റേജ് കൂടും, പേഴ്സൻറ്റേജ് കൂടുതലായിരിക്കും. കാരണം ഇവിടെ 40 lakh ഡെപ്റ്റ് ഉള്ളതിനെ കൊണ്ട് അത്രയും ഇതിൻ്റെ എന്ത് കൂടും, എക്സ്പെക്റ്റേഷൻ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടും, അത്രയും റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കെ കൂടുതലായിരിക്കും. ബട്ട് അതേസമയം ഇവിടെ കെ ഡി എന്താണ്, കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അതായത് വെയിറ്റ് വെച്ച് നോക്കുമ്പം ഏകദേശം എന്തായിരിക്കും, ഒരു ഈക്വൽ, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെ ഒ ആയിരിക്കും വരുന്നത്. അതായത് കെ ഒ ചേഞ്ച് ചെയ്യാതെ, ഇപ്പോൾ ഇത് നമ്മൾ ഇത് 10 lakh മാറ്റി, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ 20 lakh ഇക്വിറ്റി ആക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, കെ ഒ 10 lakh കെ ഒയും 10 lakh ഇക്വിറ്റിയും അതുപോലെ തന്നെ 40 lakh ഡെപ്റ്റുള്ള കേസിലുള്ള കെ ഇ ആയിരിക്കില്ല ഉണ്ടാവുക. കാരണം അതിലും കുറച്ച് കുറയും, കാരണം ഇവിടെ ഇക്വിറ്റി കൂടുതലും ഡെപ്റ്റ് കുറച്ച് കുറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഒന്നിൽ നമ്മൾ വെയിറ്റ് കൂട്ടുമ്പോൾ ഇവിടെ എന്താവും, ഒന്നിൽ കോസ്റ്റ് കൂടും. ഒന്നിൽ വെയിറ്റ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ ഒന്നിലെന്താവും, വെയിറ്റ് കൂടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ആട്ടും കൊണ്ടും ഇതിപ്പോൾ നമ്മളൊരു മട്ടൽമ ചവിട്ടിയ മാതിരി ഉണ്ടാവുക, ഇത് നമ്മളൊരു തെങ്ങിൻ്റെ ഓലമ ചവിട്ടിയ മാതിരി ഉണ്ടാവുക. അതായത് ഒരു ഭാഗം താവുമ്പോൾ ഒരു ഭാഗം പൊന്തും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ഇത് ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു കെ ഒ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 20 lakh ആണ്, 10 lakh ആണ് എന്തുള്ളത്, ഇക്വിറ്റി ഉള്ളത്. അതുപോലെ തന്നെ 40 lakh ഡെപ്റ്റും ഉണ്ട്. ആ കേസിൽ എന്താണ്, റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു എത്രയാണ്, 15% ആണ് ഇവിടെ ഇത് വരുന്നത്, കെ ഇ വരുന്നത്. സെക്കൻഡ് കേസിൽ കെ ഡി വരുന്നത് 5% ആണ്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പം എത്രയാണ് ഇതിൻ്റെ കെ ഒ വരുന്നത്, ഇവിടെ 10 lakh 20% ആണുള്ളത്. 20% ഇൻറ്റു 15% പ്ലസ് ടോട്ടൽ 80% ഇൻറ്റു 5% ഈസ് ഈക്വൽ ടു 7% ആണ് വരുന്നത്, കെ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഇനി സെക്കൻഡ് ആയിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ 20 lakh പകരം 10 lakh പകരം ഞാൻ 20 lakh എടുക്കുകയാണ്. 20 lakh എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ 40 lakh കൊടുക്കുകയാണ്, 30 lakh കൊടുക്കുകയാണ്. ഇവിടെ 5% തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ എന്തായാലും 15% ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 15% ഇല്ലാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 10 lakh ഇക്വിറ്റിയും അതുപോലെ തന്നെ 40 lakh ഡെപ്റ്റും ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് റിസ്ക് കൂടുതലായതിനെ കൊണ്ടാണ് അത്രയും എക്സ്പെക്റ്റേഷൻ വന്നത്. ഇവിടെ 20 lakh ഉള്ളൂ, 20 lakh ഇക്വിറ്റി ഉണ്ട്, അതുപോലെ തന്നെ 30 lakh ഉള്ളൂ എന്ത്, ഡെപ്റ്റ്. അപ്പോൾ ആ കേസിൽ വരുമ്പം നമ്മൾ എന്തായിരിക്കും, ഇവിടെ കെ ഇ കുറച്ച് കുറവായിരിക്കും. അതായത് അല്ല ഇവിടെ 10% എടുക്കട്ടെ. 20 lakh 40 ഇൻറ്റു 10% പ്ലസ് 30 ഇൻറ്റു 5% 60 ഇൻറ്റു 5% ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര വരുന്നത്, 4 പ്ലസ് 3% ഇസ് ഈക്വൽ ടു 7%. ഇത് കണ്ടോ നിങ്ങൾ, പെർസെൻറ്റേജ് രണ്ടിൽ സെയിം ആയി വന്നുണ്ടോ, ഒരേ എമൗണ്ട് തന്നെയാണ് വരുന്നത്. ബട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഇത് ഓരോന്നിലും പിന്നെ ഫസ്റ്റ് കേസിൽ കെ ഇ കുറവാണ്, ഫസ്റ്റ് കേസിൽ കെ ഇ കൂടുതലാണ്. ബട്ട് നമ്മുടെ ഡെപ്റ്റിൻ്റെ വെയിറ്റ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 7%ലേക്ക് എത്തിച്ചു. അതായത് അതാണ് കെ ഒ വരുന്നത്. രണ്ടാമത്തെ കേസിൽ എന്താണ്, രണ്ടാമത്തെ കേസിൽ ഡെപ്റ്റ് കുറച്ച് കുറവാണ്. അതായത് ഫസ്റ്റ് കേസിനേക്കാൾ കുറച്ച് കുറവാണ്, 10 lakh കുറവാണ്. അതുപോലെ തന്നെ ഇക്വിറ്റി ഒരു 20 lakh ഉണ്ട്. അപ്പം ആ കേസിൽ എന്ത് ചെയ്തു, റിസ്ക് കുറച്ച് കുറഞ്ഞു. അപ്പോൾ തന്നെ എക്സ്പെക്റ്റേഷനും ഒരു 10% ആണ് എന്ത് പറയുന്നത്, കെ ഇ വരുന്നത്.
അപ്പം അത് വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് വരുന്നത്, 7% തന്നെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് സെക്കൻഡ് ഫേസ് വരുന്നത്. സെക്കൻഡ് ഫേസ് കോൺസ്റ്റന്റ് ആവാന്നുള്ളതിനെ കൊണ്ട് ഇങ്ങനെയാണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചാർട്ട് വെച്ച് നോക്കാം. അത് ഇങ്ങനെയാണ് വരിക. ഫസ്റ്റിൽ കെ ഇ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ കെ ഡിയും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അത്രയാണ്, അങ്ങനെ പോകും. അപ്പം അതിങ്ങനെ നമ്മൾ വെയിറ്റ്, കെ ഡിൻ്റെ വെയിറ്റ് കൂട്ടുന്ന അനുസരിച്ച് അതിങ്ങനെ കൂടി 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 കെ ഒ കുറഞ്ഞ് ഒരു പോയിന്റിലെത്തുമ്പോൾ എന്താവും, സെക്കൻഡ് ഫേസിലേക്ക് കിടക്കും. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റീൻ്റെ എന്ത് കൂടാൻ തുടങ്ങും, കോസ്റ്റ് കൂടാൻ തുടങ്ങുന്ന ഫേസ്. അതായത് റിസ്ക് മനസ്സിലാക്കിയിട്ട് ഇക്വിറ്റി ഹോൾഡേഴ്സ് കോസ്റ്റ് കൂടാൻ തുടങ്ങുന്ന ഫേസാണ് സെക്കൻഡ് ഫേസ്. അപ്പോൾ ആ ഫേസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഫേസിൽ ഫുൾ എന്തായിരിക്കും, ഒരേ പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതായത് ഈ കേസിലൊക്കെ നമ്മൾ എന്താണ്, ഡെപ്റ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഇവിടെ കെ ഇ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡെപ്റ്റ് കൂട്ടിയിട്ട് നമ്മൾ ഒരു ബെനിഫിറ്റ് ഇപ്പുറത്ത് ഉണ്ടാക്കുമ്പോൾ അപ്പുറത്ത് കെ ഇ കൂടിയിട്ട് നമ്മളൊരു എന്താ ചെയ്യുക, കോസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി സെറ്റ് ഓഫ് ആയിട്ട് എന്താവുന്നുണ്ട്, രണ്ടും കൂടി സെറ്റ് ഓഫ് ആയിട്ട് കെ ഒ നമ്മളെ 7% തന്നെയാണ്. അതായത് 1% എത്രയാണോ ആ ഫിക്സ്ഡ് പെർസെൻറ്റേജ് തന്നെ ആയിരിക്കും ഉണ്ടാവുക സെക്കൻഡ് ഫേസിൽ. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് തേർഡ് ഫേസിലേക്ക് പോകുമ്പോൾ എന്താവും, തേർഡ് ഫേസിലേക്ക് പോകുമ്പോൾ നമ്മൾ കെ ഇ ഡ്രാസ്റ്റിക് വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ കെ ഡി അഥവാ ഡെപ്റ്റ് എന്തായിരിക്കും, ഡെപ്റ്റിൻ്റെ കോസ്റ്റും കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഫിക്സ്ഡ് ഒരു എമൗണ്ട് വരെയൊക്കെ ആയിരിക്കും എന്ത് ബാങ്ക് ഒരു പെർസെൻറ്റേജ് തരുന്നത്. ഇപ്പോൾ ഒരു 50 lakh വരെയൊക്കെ ആയിരിക്കും ഒരു 5% ഒക്കെ തരുന്നത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പം 8% അല്ലെങ്കിൽ 10% ഒക്കെ ആയിട്ട് മാറും. അപ്പം അതനുസരിച്ച്, അതായത് ഡെപ്റ്റ് കൂടുന്നതനുസരിച്ച് എന്താവും, അവിടെ ഇതിൻ്റെ കോസ്റ്റും കൂടുന്നുണ്ട്, ഡെപ്റ്റിൻ്റെ കോസ്റ്റും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കെയും ഡ്രാസ്റ്റിക് ആയിട്ട് കൂടുന്ന പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെപ്റ്റിൻ്റെ അളവ് കൂടിയിട്ടാണ്. ഡെപ്റ്റിൻ്റെ അളവ് ഈ തേർഡ് ഫേസിൽ എന്തായിരിക്കും, നല്ല കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അത്രയും ഡെപ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും കെ ഇ എന്തായിരിക്കും, അവരുടെ റിസ്ക് അത്രയും കൂടി. അപ്പോൾ റിസ്ക് കൂടിയതിനെ കൊണ്ട് അത്രയും എക്സ്പെക്റ്റേഷൻ വെക്കുന്നു. അപ്പോൾ കെ ഇ ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ ഇത് രണ്ടും കൂടുന്നതിനെ കൊണ്ട് എന്താവും, കെ ഒയും ഓട്ടോമാറ്റിക്കലി കൂടുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയാം, ഈ ട്രഡീഷണൽ തിയറി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താണ് റീസൺ എന്നുള്ളത്, ഇനി നമുക്ക് റീസൺ ഫോർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. യൂസ് ഓഫ് ലോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ദാറ്റ് പുൾസ് ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡെപ്റ്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താവും, അതിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ അഡ്വാൻറ്റേജ് ഓഫ് ലോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ലോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് സെറ്റ് ഓഫ് ബൈ ഇൻക്രീസിങ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ കൊണ്ട് ആ ഡെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താവും, അവിടെ സെറ്റ് ഓഫ് ആയി പോകും. അതാണ് അവിടെ സെക്കൻഡ് ഫേസ് സംഭവിക്കുന്നത്. തേർഡ് ഫേസ് വരുമ്പോൾ കെ ഡി ആൻഡ് കെ ഇ ബോത്ത് ഇൻക്രീസസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് കഴിഞ്ഞാൽ കെ ഡിൻ്റെയും കോസ്റ്റ് കൂടാൻ തുടങ്ങും. അപ്പം അത് രണ്ടും കൂടാൻ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് അത് കുറയുക, അപ്പം ബോത്ത് ഇൻക്രീസസ്. നല്ല ഈ കെയും രണ്ടും നല്ല വേഗത്തിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടായിട്ട്, അതായത് നമ്മൾ എന്താണ് ഇതുവരെ ക്ലാസ് പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ജസ്റ്റ് കൊടുത്തതാണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ ചെയ്യലാണ് ഇമ്പോർട്ടൻ്റ്. ഇത് സംഭവം സിമ്പിളാണ്. അതായത് നേരത്തെ ചെയ്ത അതേപോലെ, അതായത് നേരത്തെ ചെയ്ത നമ്മൾ ക്വസ്റ്റ്യൻ അല്ലേ, അതായത് നെറ്റ് ഇൻകം തിയറിയിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഇത് ചെയ്യേണ്ട രീതിയൊക്കെ സ്റ്റെപ്സൊക്കെ അതേ സ്റ്റെപ്സ് തന്നെ ആയിരിക്കും. ബട്ട് ഇതിൽ ഒരു 2-3 ഫേസ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. RST Limited has EBIT of 4 lakh EBIT ഉണ്ട്. Presently the company is entirely financed by equity share. പ്രസൻറ്റ് കേസിൽ 20 lakh ഇക്വിറ്റി ഷെയർ വെച്ചിട്ടാണ് കമ്പനി ഫിനാൻസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഓഫ് 60% ആണ് ഇത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. കമ്പനി ഈസ് റെഡീമിങ് ദ ക്യാപിറ്റൽ ബൈ ഇൻട്രൊഡ്യൂസിങ് ഡെപ്റ്റ് ഫിനാൻസിങ്. ഡെപ്റ്റ് വെച്ചിട്ട് കമ്പനി എന്ത് ചെയ്യാണ്, റെഡീം ചെയ്യാണ് എന്ത്
ക്യാപിറ്റലിനെ റെഡീം ചെയ്യാണ്. ദ കമ്പനി ഹാസ് 2 ഓപ്ഷൻസ് ടു റൈസ് ദ ഡെപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 30% ഓർ 50%. 50% 30% റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഫോർ ഡെപ്റ്റ് ഫിനാൻസിങ് അപ് ടു 30%. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊന്നും ഈ സംഭവം ഉണ്ടാവില്ല. ഇതാണ് ഇതിലെ കോൺസെപ്റ്റും. ഡെപ്റ്റ് ഫിനാൻസിങ് അപ് ടു 30%, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി 10%. അതായത് ഒരു ഫേസ് വരെ എന്തായിരിക്കും, ഒരു 30% നമ്മൾ ഡെപ്റ്റ് ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, 10% ആയിരിക്കും. ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് 17% ആയിരിക്കും. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 70% ആണ്. ഇഫ് ദ കമ്പനി ഓപ്റ്റ് ഫോർ 50% ഡെപ്റ്റ്, ഇനി 50% ഡെപ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി 12%. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് 12% ആയിട്ട് കൂടും. കാരണം എന്താണ്, ഒരു ഫേസിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു സംഭവമാണ് ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ, അതായത് ട്രഡീഷണൽ അപ്രോച്ചിൽ ഈ സംഭവം മാത്രമാണ് നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് വിൽ ബി 20%. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദ കമ്പനി ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അണ്ടർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ഓൾസോ സ്റ്റേറ്റ് വിച്ച് ഓപ്ഷൻ ഈസ് ബെസ്റ്റ്. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഗിവൺ എഴുതുക. ഗിവൺ എന്തൊക്കെയാണ്, EBIT തന്നിട്ടുണ്ട് 4 lakh. അതുപോലെ തന്നെ എന്നിട്ട് ഇങ്ങനത്തെ കേസിൽ, അതായത് ട്രഡീഷണൽ അപ്രോച്ച് ഇങ്ങനെ ഇത്ര പെർസെൻറ്റേജ് വരെ 50% വരെ ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഇൻട്രസ്റ്റ്, 30% വരെ ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് ട്രഡീഷണൽ അപ്രോച്ചിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വന്നോളന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ അത് ട്രഡീഷണൽ അപ്രോച്ച് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഫേസ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് ഓരോ ഫേസ് ആയിട്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്, തേർഡ് കേസ്, 3 കേസായിട്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് കേസിൽ എത്രയാണ്, ഇക്വിറ്റി 20 lakh എന്നോട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ്, 20 lakh ഉണ്ട്. സെക്കൻഡ് കേസിൽ എത്രയാണ്, 30% ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ടോട്ടൽ 20 lakh ആണ്. 20 lakhൻ്റെ 30%, 20 lakh × 30% = 6 lakh എന്തായി ഡെപ്റ്റാണ്. ബാക്കിയുള്ളത് അതായത് 14 lakh ഇക്വിറ്റിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ 50% ഡെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ 10 lakh ആയി മാറി. അങ്ങനെ ചെയ്യാം. അപ്പം എന്നിട്ട് നമ്മൾ ആ സാധാരണ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം തന്നെ EBIT കണ്ടുപിടിക്കുക. EBIT ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ടാവും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുക. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ലെസ് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൾറെഡി എത്ര പെർസെൻറ്റേജ് ഉള്ളതാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതായത് അപ് ടു 50%, 30% വരെയാണെങ്കിൽ 10% ആയിരിക്കും വരികയെന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 6 lakhs ഇൻറ്റു 10% ചെയ്താൽ 60,000 എന്ന് വരും. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ എത്രയാണ്, 12% ആണ്. അപ്പോൾ 10 lakh ഇൻറ്റു 12%, 1,20,000 എന്ന് വരും. അപ്പോൾ അങ്ങനെ എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക, EBIT കണ്ടുപിടിക്കുക. EBIT കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, EBIT കണ്ടുപിടിച്ചിട്ട് കെയും എത്രയാണെന്ന് എഴുതുക. ഓരോ കേസിലെയും കെയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കെയും നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. എന്നിട്ട് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക. വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, EBIT / KE ചെയ്താൽ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 4 lakh / 16% ചെയ്താൽ 25 lakh. സെക്കൻഡ് 20 lakh വരുന്നുണ്ട്. തേർഡ് 14 lakh വരുന്നുണ്ട്. വാല്യൂ ഓഫ് ഇക്വിറ്റി എത്ര വരുന്നുണ്ട്. ഇനി വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുക. വാല്യൂ ഓഫ് ഡെപ്റ്റ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് / KD ചെയ്താൽ കിട്ടും. അത് ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ 0. സെക്കൻഡ് കേസിൽ 60,000 / 10%, 6 lakh. തേർഡ് കേസിൽ 1,20,000 / 12%, 10 lakh.
എന്നിട്ട് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക. വാല്യൂ ഓഫ് ദ ഫേം, വാല്യൂ ഓഫ് ഡെപ്റ്റ് പ്ലസ് വാല്യൂ ഓഫ് ഇക്വിറ്റി 25 lakh ആണ് ഫസ്റ്റ്, സെക്കൻഡ് 26, തേർഡ് 24. എന്നിട്ട് KO കണ്ടുപിടിക്കുക. KO എങ്ങനെയാണ് കണ്ടുപിടിക്കുക? EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം ചെയ്താൽ എന്ത് കിട്ടും? KO കിട്ടും. അത് നമ്മൾ ഇക്വേഷനിൽ ഓൾറെഡി ഡിറൈവ് എടുത്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് പറഞ്ഞതാണ്. അപ്പം ഞാൻ അത് ഫുള്ള് ഒന്നുകൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതൊന്നുകൂടി പറഞ്ഞിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പം KO കണ്ടുപിടിക്കുക. KO എങ്ങനെയാണ്? EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നിലെയും KO കിട്ടും. അപ്പം ഇതിൽ ഏതിനാണോ വാല്യൂ ഓഫ് ദ ഫേം ഏതാണോ കൂടുതൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതാണല്ലോ ബെറ്റർ ഓപ്ഷൻ. നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം എങ്കിൽ ഏറ്റവും ഹൈ ആക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറൊക്കെ നോക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ വാല്യൂ ഓഫ് ദ ഫേം ഹൈ ആയിട്ടുള്ള കേസിൽ തന്നെ ആയിരിക്കും എന്ത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവും അതിൽ തന്നെ ആയിരിക്കും. അത് ഇൻ്റർലിങ്ക്ഡ് ആണെന്നും അതെങ്ങനെ വരുന്നതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻഫറൻസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കാം? ദ ഫേം ഷുഡ് ഓപ്റ്റ് ഫോർ പ്ലാൻ 1. പ്ലാൻ 1 ഓപ്റ്റ് ചെയ്യണം. 30% ഓഫ് ഡെപ്റ്റ് വിച്ച് ഈസ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ അതാണ്. അതിലാണ് എന്ത് വരുന്നത്? ഒപ്റ്റിമായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ അതാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഓഫ് ദ ഫേം വരുന്നത്. ദിസ് ഈസ് ദ പോയിന്റ് വേർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മിനിമം ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം ഈസ് മാക്സിമം. ഓക്കെ, ഇത് കൊടുത്താൽ എന്തായി? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ ഇതിൽ നിങ്ങൾ കണ്ടോ ഈ ഡിഫറൻസ് കണ്ടോ? നമ്മളൊരു പരിധി വരെ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലേ അതിന് വാല്യൂ കൂടുള്ളൂ. അപ്പോൾ ഡെപ്റ്റ് നമ്മൾ ഫുള്ള് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സെക്കൻഡ് ഫേസിലാണ് വരുന്നത്, ഇത് തേർഡ് ഫേസിലാണ് വരുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെപ്റ്റ് കൂടുതൽ ഇൻക്രീസ് ചെയ്തു. ബട്ട് ഇവിടെ ഇവിടെ എന്ത് ചെയ്തു? കെയിൻ്റെ കോസ്റ്റും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡെപ്റ്റിൻ്റെ കോസ്റ്റും കൂടുന്നുണ്ട്. ബട്ട് നമ്മൾ ഡെപ്റ്റിൻ്റെ വെയിറ്റ് എന്ത് ചെയ്തു? കൂട്ടിയിട്ടുണ്ട്. ബട്ട് അതിനെ കൊണ്ട് ആയില്ല. കാരണം കെ ഡ്രാസ്റ്റിക് ആയിട്ട് നല്ല ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ KD യും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ കൊണ്ട് എന്താ ഈ ഡെപ്റ്റ് നമ്മൾ മോർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് കാര്യം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ കോസ്റ്റ് 16.67% ആയി മാറി. അപ്പോൾ ഇത് കണ്ടോ? അപ്പോൾ ഇതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫേസ് 2-ലുള്ളതിനാണ് ഉണ്ടാവുക. അതായത് ഇത് നിങ്ങൾ ഫേസ് 2, ഫേസ് 1 അതൊന്നും അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ഓരോ പേഴ്സൻറ്റേജ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. വെറുതെ ഫേസ് 2-ലാണോ ഫേസ് 1-ലാണോ ഒന്നും നോക്കാൻ നിൽക്കണ്ട. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കോൺസെപ്റ്റായിട്ട് എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്, എന്താണ് ഫേസ്, ഓരോ ഫേസും അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? ഈ ട്രഡീഷണൽ തിയറിയിലുള്ളത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.